കണ്ണട മാറ്റണമെന്ന് ആ ശ്രീലേഖ ആവശ്യപ്പെടുന്നു. വട്ടിയൂർക്കാവിൽ BJP പ്രചാരണം കാണുന്നില്ല എന്ന കെ മുരളീധരന്റെ ആരോപണത്തിന് മറുപടി പറയുകയായിരുന്നു അവർ. ഇപ്പോൾ കാണുന്ന പ്രചാരണം ഘട്ടം ഘട്ടമായി വർദ്ധിക്കുമെന്നും ആ ശ്രീലേഖ പ്രതികരിച്ചു. ആ വാക്കുകൾ കേൾക്കാം. വട്ടിയൂർക്കാവ് A+ അല്ല, A+ ആണ്. ഞങ്ങൾക്ക് BJPയെ സംബന്ധിച്ചിടത്തോളം വട്ടിയൂർക്കാവ് A+ ആണ്. അതിൻ്റെ പ്രചാരണം ഇപ്പോൾ കാണില്ലായിരിക്കാം, കാരണം അദ്ദേഹത്തിന് കണ്ണട ചിലപ്പോൾ ശരി മാറ്റേണ്ട സമയമായി കാണും. പക്ഷേ വരും അത്. കാരണം നമ്മൾ ഇപ്പോഴേ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇതിൻ്റെ പ്രചാരണം എന്ന് പറയുന്നത് ഇങ്ങനെ പതുക്കെ പോയി അവസാനം ഒരു കലാശക്കൊട്ടൊക്കെ ഇല്ലേ, അതുവരെ ഇങ്ങനെ ഒരു ക്രസൻറ്റോ ബിൽഡപ്പ് ചെയ്ത് പോകണം. അപ്പോൾ അതുകൊണ്ട് അത് അദ്ദേഹത്തിന് കാണാൻ പറ്റില്ലെങ്കിലും ബാക്കിയുള്ള ജനങ്ങളും നാട്ടുകാരും ഒക്കെ കാണും. അമൽ, BJP CPM ഡീൽ എന്ന കെ മുരളീധരന്റെ ആരോപണത്തിന് മറുപടി പറയുകയാണ്. കാരണം കൗൺസിലർമാരെ ആരും അവിടെ കാണുന്നില്ലല്ലോ. അപ്പോൾ അതിന് ശ്രീലേഖ നൽകുന്ന മറുപടി, ഈ വിഷയം എത്രത്തോളം ചർച്ചയാകുന്നുണ്ടോ മണ്ഡലത്തിൽ, അത് ഏത് രീതിയിലൊക്കെ പ്രതിഫലിക്കുമെന്നാണ് ഇപ്പോൾ UDF പ്രതീക്ഷ. UDF ക്യാമ്പ് അവിടുത്തെ സ്ഥാനാർത്ഥി നേരത്തെ തന്നെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് എത്രത്തോളം പ്രസക്തമാണ്, ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പ്രജീഷ്, ഒരു ഹൈ ക്ലാസ് മണ്ഡലമാണ്. A ക്ലാസ് B ക്ലാസ് എന്നൊക്കെ BJPക്കാർ തിരിച്ചു പറയുന്നതിനപ്പുറത്തേക്ക് ഹൈ ക്ലാസ് മണ്ഡലമാണ് വട്ടിയൂർക്കാവ് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ മണ്ഡലത്തിൽ നിലവിലത്തെ സാഹചര്യത്തിൽ കെ മുരളീധരനും പ്രശാന്തും തമ്മിലുള്ള ഒരു പോര് നടക്കുന്നു എന്നുള്ളതാണ് പുറത്തുനിന്ന് നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു ചിത്രം. പ്രചരണത്തിൽ ഇരുകൂട്ടരും ബഹുദൂരം മുന്നിലേക്ക് പോകുമ്പോഴും ശ്രീലേഖയ്ക്ക് അവർക്കൊപ്പം ഓടിയെത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് BJPക്കാർ തന്നെ ചോദിക്കുന്ന ചോദ്യം. നിലവിലെന്തായാലും BJPയുടെ ക്യാമ്പ് അല്പം നിശബ്ദമാണ് എന്ന് പറയേണ്ടി വരും. അതിന് പ്രധാനപ്പെട്ട കാരണം ആ വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ പരിധിയിൽ നിന്നും ജയിച്ചു വന്ന കൗൺസിലർമാരടക്കമുള്ള ആളുകളുണ്ട് BJP നേതാക്കളായി. അവരൊക്കെ മറ്റ് മണ്ഡലങ്ങളിലേക്ക്, പ്രത്യേകിച്ചും നിയമമണ്ഡലത്തിലെ പ്രചരണ പരിപാടികളിലൊക്കെ പലരുടെയും സാന്നിധ്യം കാണാൻ കഴിയുന്നുണ്ട്. രാജു ചന്ദ്രശേഖരനായി അവർ രംഗത്തിറക്കുന്നു. അതോടൊപ്പം തന്നെ കഴക്കൂട്ടത്ത് V മുരളീധരൻ അവിടെ മത്സരിക്കുകയാണ്. സ്വാഭാവികമായും അവിടേക്കൊക്കെ ഇവരുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോഴും ആ രണ്ട് മണ്ഡലങ്ങളിൽ, ഈ നേമത്തിനും കഴക്കൂട്ടത്തിനും നടുവിലായി കിടക്കുന്ന വട്ടിയൂർക്കാവാണ്. ആ വട്ടിയൂർക്കാവിൽ മാത്രം അപ്പുറയും ഇപ്പുറയും ഉണ്ടാകുന്ന അതിശക്തമായ പ്രചരണം അല്ലെങ്കിൽ കാടിളക്കിയുള്ള പ്രചരണം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനമായി വരുന്നത്. അപ്പോഴാണ് കെ മുരളീധരന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഈ ഡീൽ ആരോപണം കൂടി വരുന്നത്. BJP അവിടെ സൈലന്റായി ഈ ആർ ശ്രീലേഖയ്ക്കായി ശക്തമായി രംഗത്തിറങ്ങാതെ വോട്ടുകൾ CPMലേക്ക് ഷിഫ്റ്റ് ചെയ്യാനൊരു ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് കെ മുരളീധരൻ ആരോപിക്കുന്നത്. പക്ഷേ ശക്തമായി തന്നെ അതിനെ പ്രതിരോധിക്കുകയാണ്. UDFുമായാണ് BJP ഡീലുണ്ടാക്കുന്നത്. തങ്ങൾക്ക് ഡീലില്ല എന്ന പ്രതിരോധം സൃഷ്ടിക്കുന്നു CPM. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ആരോപണം കൂടുതൽ ശക്തിപ്പെടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആരാവണം മേയർ എന്നുള്ള ചോദ്യത്തിൽ VV രാജേഷിന്റെ പേരിനൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായി ചർച്ച ചെയ്തിരുന്ന പേര് ശ്രീലേഖയുടെ പേരായിരുന്നു. പക്ഷേ ശ്രീലേഖയ്ക്ക് മേയറാകാൻ കഴിഞ്ഞില്ല. പിന്നീട് വലിയ അതൃപ്തി പ്രകടിപ്പിക്കുന്നതും പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടതാണ്. പ്രധാനമന്ത്രി അടക്കം പങ്കെടുത്ത ചടങ്ങിൽ ആർ ശ്രീലേഖ വേദിയുടെ ഏറ്റവും അങ്ങേയറ്റത്ത് പോയി നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്ന പോലത്തെ ഒരു സാഹചര്യവും നമ്മൾ കണ്ടതാണ്. അതിനുശേഷം എന്തായാലും ശ്രീലേഖയ്ക്ക് സീറ്റ് കൊടുക്കാനൊരു തീരുമാനം പാർട്ടി എടുക്കുകയും വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ചുവരെഴുത്തിലൊക്കെ സജീവമായിരുന്നു. ആദ്യഘട്ട പ്രചരണത്തിലൊക്കെ ശ്രീലേഖയും ഒപ്പമുള്ളവരൊക്കെ സജീവമായി രംഗത്തിറങ്ങി. പക്ഷേ അതിനുശേഷം UDF കൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നു. LDF സ്ഥാനാർത്ഥി സജീവമായി പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുന്നു. അതിനുശേഷം പക്ഷേ ആദ്യത്തെ ഒരു ആവേശം BJP ക്യാമ്പിൽ കാണാനില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. ഈ കാര്യത്തിൽ ശ്രീലേഖ മാത്രമല്ല BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം വരും ദിവസങ്ങളിൽ മറുപടി പറയേണ്ടി വരും. പ്രതീക്ഷ.